ഹലോ, ഞാനിന്ന് പഴയ ചുരിദാർ വെച്ചിട്ടൊരു ബേബി ഫ്രോക്കാണ് അടിച്ചെടുക്കുന്നത്. നല്ലൊരു അടിപൊളി ബേബി ഫ്രോക്കാണ് കേട്ടോ. നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സ്കിപ്പ് ചെയ്യാതെ കാണണേ. നിങ്ങളെൻ്റെ വീഡിയോ പുതിയ ആളുകളാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നല്ല കമൻറ്റുകളൊക്കെ ഇടണേ. നല്ലൊരു അടിപൊളി വീഡിയോ ആണ്, നിങ്ങളിത് കണ്ടു നോക്കി. പഴയൊരു ചുരിദാറാണ്, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു തുണി ആയതുകൊണ്ട് ഞാനതുകൊണ്ട് ബേബി ഫ്രോക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. വീണ്ടും കുറേ ഉപയോഗിക്കാം. അതിൻ്റെ രണ്ട് കയ്യും ഇതൊക്കെ ഇങ്ങോട്ട് ആദ്യം ഇങ്ങോട്ട് വെട്ടിക്കളയുക. കയ്യൊന്നും ഞാൻ എടുക്കണില്ല, കൈയില്ലാത്തൊരു ടോപ്പായതുകൊണ്ട് കൈയിൻ്റെ ആവശ്യമില്ല. ഒരു 17 ഇഞ്ച് ഇറക്കം ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ എൻ്റെ അടുത്തുള്ള കുട്ടിൻ്റെ അളവിനനുസരിച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ചെറിയ സൈസ് ആക്കണമെങ്കിൽ ചെറിയ സൈസ് ആക്കാം. വലിയ സൈസ് ആക്കുമ്പോൾ ഞെറിയുടെ അളവ് കുറയും. അത് ചെറിയ സൈസിനാണ് ഏറ്റവും നല്ലത്. ഇനി വല്ല വലിയൊരിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒന്ന് ക്രോപ്പ് ആക്കിയിട്ടാണ് വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ. 7 ഇഞ്ച് ഇറക്കത്തിലുള്ള ഞെറിയാണ് ഞാൻ എടുക്കുന്നത്. പുതിയ ആളുകളാണ് കാണണമെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി ഇന്നാലുള്ളൂ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഇടാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവുക. അതൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. എല്ലാ പീസും, ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരു 7 ഇഞ്ച് അളവിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ഫുള്ള്. ഇനി അത് രണ്ടും ഫ്രണ്ടിലത്തതും ബാക്കിലത്തതും വേറെ വേറെ ആക്കിയിട്ട് ഞാൻ ഏച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഫുള്ള് 3 വേച്ചെടുക്കുക. 3 പീസ് ഉണ്ടാവും. ആ 3 പീസ് ഫ്രണ്ടിക്കും 3 പീസ് ബാക്കിക്കും ഉണ്ടാവും. അപ്പോൾ അത് ഏച്ചെടുക്കുക ആദ്യം. എന്നിട്ട് ഞെറി ഇട്ട് കൊടുക്കുക. ചെറിയ ഞെറിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി വലിയ ഞെറി വേണ്ടവർക്ക് വലിയ ഞെറിയിടാം. ഞാൻ ചെറിയ ഞെറി ഇട്ടിട്ടുണ്ട്. ചെറിയ ഞെറി ഇടുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. ഇത് ബാക്കിക്കുള്ള ഞെറി, മറ്റേത് ഫ്രണ്ടിക്കുള്ള ഞെറി. ഇനി ഇതിൻ്റെ കൈ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ലൈനിങ് ഉള്ള ചുരിദാറായിരുന്നു. ഞാൻ ലൈനിങ് കളഞ്ഞിട്ടില്ല. അപ്പോൾ ലൈനിങ് കൂടി ഉണ്ടായതുകൊണ്ട് നല്ല കട്ടി ഉണ്ടാവും ഇട്ട് കൊടുക്കാനും. കുറച്ചുകൂടിയും വൃത്തി ഉണ്ടാവും അടിച്ച് കഴിഞ്ഞാലും. 2 ഷോൾഡറും ഇതുപോലെ അടിച്ചു കൊടുക്കുക. ഞാൻ ഞെറി ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒന്ന് വേറെടുത്തി കൊടുത്തിട്ട് ഫ്രണ്ടിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം, പിന്നെ ബാക്കിൽ പിടിപ്പിക്കുക. എങ്ങനെ വേണമെങ്കിലും പിടിപ്പിക്കുക, അതൊക്കെ ഓരോരുത്തരും. നല്ലൊരു അടിപൊളി ഫ്രോക്കായത് കണ്ടോ. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഇനി ഇടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്താ ഭംഗി, ഒന്ന് നോക്കൂ. താങ്ക് യു.